നമുക്കൊന്ന് തേങ്ങ ചേർക്കാതെ മോര് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടപ്പ് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. സാധാരണ മോരിന് അരിയുന്ന കടുക് വറുക്കുന്നുള്ള ഇഞ്ചി, സ്വല്പം ഇഞ്ചി, അര ലിറ്റർ മോരിൻ്റെ കണക്കാണ് ഞാനീ പറയുന്നത്. സ്വല്പം ഇഞ്ചി, 1-2 അല്ലി വെളുത്തുള്ളി, ഇച്ചിരി കരിയാപ്പില, 2 വറ്റൽമുളക് മുറിച്ചത്, വേണമെങ്കിൽ വെളുത്തുള്ളി ചുവന്നുള്ളി സ്വല്പം അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് നല്ലതായിട്ട് മൂപ്പിക്കാം. അതിന് ശേഷം നമുക്ക് മോര് ചേർക്കാനുള്ള മസാലകൾ ചേർക്കാം. നമ്മുടെ മൂത്ത് വരുന്നതേ ഉള്ളൂ. ഉള്ളിയും ഇഞ്ചിയും മുളകുമൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർക്കണം. മസാലപ്പൊടി എന്ന് പറയുന്നത് ആദ്യമേ നമുക്ക് ജീരകപ്പൊടി എപ്പം ചേർക്കാം. ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി ഓരോന്നുള്ളി ചേർത്താൽ മതി. പിന്നെ കായപ്പൊടി, സ്വല്പം കായപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എരി ചേർക്കണ്ട, അല്ലെങ്കിൽ സ്വല്പം മുളക് പൊടി ചേർത്താൽ നല്ല കളർ കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് അതിനെ ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് വഴറ്റുക. നല്ലതായിട്ട് അതൊക്കെ മസാലയൊക്കെ മൂത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഈ മസാല ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം. ഇപ്പം നമ്മുടെ കടുക് വറുക്കാനുള്ള സാധനങ്ങളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം തണുത്തതാണ് ചേർത്താണ് ഞാനത് ഉടച്ച് വെച്ചിരിക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയിലടിച്ചോ അതിനെ ഒന്ന് ഉടച്ച് വെക്കാം. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് നമ്മളതിനെ ഒന്ന് മാറ്റി വയ്ക്കണം തൈരിനെ. പിന്നെ നമ്മൾ സ്വല്പം വെള്ളം ചേർത്ത് ഈ മസാല ഒന്ന് അതിനകത്ത് കിടന്നൊരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഗുണങ്ങളിറങ്ങും. കൂടെ തന്നെ ഉപ്പ് ചേർക്കാം. പിന്നെ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം തണുത്തത് ഈ മസാലയ്ക്കകത്തോട്ട് ചേർക്കുക. നമുക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ഉടനെ തന്നെ ചേർക്കുക. വെള്ളം തിളച്ച് പോകാൻ പാടില്ല. നമ്മൾ ആ തിളം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചത്. നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് അതിനകത്ത് ചേർത്ത് ഇളക്കി. നമ്മുടെ ഈ വെള്ളത്തിന് ചെറിയ ചൂടുണ്ട്. അതുകൊണ്ട് ചെറിയ സിമ്മിനകത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. മോര് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കുക. അതിനുശേഷം നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ മോര് പാത്രത്തിലോട്ട് ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് തേങ്ങയില്ലാതെ പെട്ടെന്ന് മോര് കറി ഉണ്ടാക്കാവുന്ന എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കിയത്. നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾക്കൊക്കെ മോര് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പാടുള്ളവർക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മീൻ വറുത്തതോ കറിയോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവരൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത